ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനകത്ത് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ നമ്മൾ പഠിക്കണം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡീവിയേഷൻ അനുസരിച്ച് ആ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു പ്രേരിത വൈദ്യുതി അതിനകത്തേക്ക് കടന്നു വരും. ഇതിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാവുന്ന ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ, അത് നമ്മൾ തൊട്ടപ്പുറത്തെ ചാപ്റ്ററിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ AC DC ജനറേറ്ററുകൾ. ഇപ്പോൾ രണ്ടുകൂടെ ഷഫിൾ ചെയ്താണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ AC DC ജനറേറ്ററിൽ നമ്മൾ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞതാണ് ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും. ഇതിനകത്ത് ആ പേരിൽ തന്നെയുണ്ട്. സെൽഫ് ഇൻഡക്ഷന്റെയും മ്യൂച്വൽ ഇൻഡക്ഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോയിൽ മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കോയിലും കാണും, ഒരു സെക്കൻഡറി കോയിലും കാണും. അപ്പം ഒന്ന് ശ്രദ്ധിക്കാം, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി കോയിലിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ മനസ്സിലോർത്തോളം, ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതേ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷനകത്ത് ഒന്നാമത് നമ്മൾ പറയുന്നത് ഇതിന് രണ്ട് കോയിലുകളാണുള്ളത്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. അപ്പോൾ ഈ പ്രൈമറി കോയിലിൽ ഒരു കറണ്ട് കടന്നു പോകും, ഒരു മാഗ്നറ്റിനകത്ത് കറണ്ട് വരും. ഇതൊരു മാഗ്നറ്റാണ്, ഇവിടെ ഒരു പ്രൈമറി കോയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇത് സെക്കൻഡറി കോയിലാണ്. അപ്പം ഈ പ്രൈമറി കോയിൽ നമ്മളൊരു ഒരു ബാർ മാഗ്നറ്റ് ഇതിൻ്റെ അടുത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഈ പ്രൈമറി കോയിലിനകത്ത് നമ്മൾ കറണ്ട് കടന്നു പോകുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒന്നുകൂടെ പറയാം, പ്രൈമറി കോയിലിലെ നമ്മൾ കറണ്ട് കടത്തിവിടുമ്പോൾ പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി ഇതേപോലെ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കോയിൽ മാത്രമേ ഉള്ളൂ. ഈ കോയിലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? സെൽഫ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ ഇതുവഴി കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഇത് ഇങ്ങോട്ടാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഇതേ കോയിലിൽ തന്നെ ഒരു ബാക്ക് EMF ഉണ്ടാവും. അങ്ങോട്ടാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടായിരിക്കും EMF ഉണ്ടാവുന്നത്. അതായത് കറണ്ട് കടന്നു പോകുന്ന ഡയറക്ഷൻ ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും EMF ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു കോയിലിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുകയും അതേ കോയിലിൽ തന്നെ ഒരു ബാക്ക് EMF, ആ വേർഡ് മറന്നുപോലെ ഒരു ബാക്ക് EMF ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി മ്യൂച്വൽ ഇൻഡക്ഷനുമായിട്ട് ആ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ അത് നോട്ട് ചെയ്തോണം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തത് കണ്ടതാണ്. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ രണ്ട് കാര്യമാണ് പഠിക്കാറുള്ളത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇനി എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? ഒരു ട്രാൻസ്ഫോമറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നുകിൽ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റെപ്പ് അപ്പിന്റെയും സ്റ്റെപ്പ് ഡൗണിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം. ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഇവരുടെ പ്രത്യേകത എന്താണെന്ന് നോക്കണം. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, ഏതെങ്കിലും ഒന്നിന്റെ പടം മനസ്സിലോട്ട് വെച്ചേക്കുക. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ ഇവർക്ക് രണ്ട് കോയിലുണ്ട്. സ്റ്റെപ്പ് അപ്പിന്റെയാണ് നമ്മൾ പറയുന്നത്. രണ്ട് കോയിലുണ്ട്, പ്രൈമറി കോയിലുമുണ്ട് സെക്കൻഡറി കോയിലുമുണ്ട്. ഈ പ്രൈമറി കോയിലുകളാണെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കുറവാണ്. ഒന്നാമത്തെ പ്രത്യേകതയാണ് പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കുറവ്, സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ. ഇനി പ്രൈമറിയിലെ ചുറ്റുകളുടെ കനം അല്ലെങ്കിൽ തിക്നെസ് കൂടുതൽ, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ കനം അല്ലെങ്കിൽ തിക്നെസ് കുറവ്. പിന്നെ പ്രൈമറി വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ആയതുകൊണ്ട് വോൾട്ടേജ് ഉയർത്തുവാണ്. അപ്പോൾ പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വളരെ കുറവാണ്, സെക്കൻഡറി വോൾട്ടേജ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ
പ്രൈമറിയിലെ ചുറ്റുകളുടെ കനം കൂടുതൽ, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ കനം കുറവ്. പിന്നെ പ്രൈമറി വോൾട്ടേജ് കുറവ്, സെക്കൻഡറി വോൾട്ടേജ് കൂടുതൽ. ഇത്രയും പ്രത്യേകതയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉള്ളത്. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. ഇനി പ്രൈമറിയിലെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ആണ്, നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. പ്രൈമറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെ പറയാം പ്രൈമറി വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് കൂടുതലായിരിക്കും, സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ കുറച്ചാണ് നമുക്ക് കിട്ടേണ്ടത്, അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ 3 പ്രത്യേകതകൾ ഇതിനുമുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കുറവ്, പ്രൈമറിയിലെ ചുറ്റുകളുടെ കനം കുറവ്, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ കനം അല്ലെങ്കിൽ തിക്നെസ് കൂടുതൽ. പിന്നെ പ്രൈമറി വോൾട്ടേജ് കൂടുതൽ, സെക്കൻഡറി വോൾട്ടേജ് കുറവ്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഡൗണിൻ്റെത് കിട്ടും. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം സെക്ഷൻ. VS by VP equal to NS by NP. എന്താണ് VS, VP, NS, NP എന്ന് അറിഞ്ഞിരിക്കണം. VS സെക്കൻഡറി വോൾട്ടേജ്, VP പ്രൈമറി വോൾട്ടേജ്, NS നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം, NP നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം. ഇതിനകത്ത് പ്രോബ്ലം ചെയ്തത് ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ VS ഉം VP യും NS വന്നിട്ട് NP കണ്ടുപിടിക്കാൻ ചോദിക്കും. അതല്ലെങ്കിൽ VS വന്നിട്ട് ബാക്കി ഏതെങ്കിലും 3 വിലകൾ ഈ ഇക്വേഷനിൽ തന്നിട്ട് 3 എണ്ണം തന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ ചോദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞതിൽ നിന്ന് ഈ ട്രാൻസ്ഫോമറുകളുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗണിന്റെ പ്രത്യേകതകൾ, പിന്നെ ഈ ഒരു പ്രോബ്ലം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്, അതുകൊണ്ട് അത് പഠിക്കണം. ഇനി അതിനുശേഷം ഈ ചാപ്റ്ററിൽ വരുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ തത്വം. നമ്മൾ പറഞ്ഞു എന്താണ് സെൽഫ് ഇൻഡക്ഷൻ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോയിലേ ഉള്ളൂ, ആ കോയിൽ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് അതേ കോയിലിൽ തന്നെ ഒരു ബാക്ക് EMF ഉണ്ടാവുകയും ചെയ്യും. അതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ടർ എന്ന് പറയുന്ന ഉപകരണം, ഇൻഡക്ടർ സെൽഫ് ഇൻഡക്ഷൻ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും. ഇൻഡക്ടറുകൾ പ്രവർത്തിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ തത്വം ഉപയോഗിച്ചാണ്. ട്രാൻസ്ഫോമറുകൾ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം ഉപയോഗിച്ചാണ്. ഇനി അതിനുശേഷം അവിടെ തന്നെയാണ് നമ്മൾ പുറകത്തെ ചാപ്റ്ററിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ചതുപോലെ ഇവിടെയും മൂവിംഗ് കോയിൽ മൈക്രോഫോൺ പഠിക്കാനുണ്ട്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗണ്ട് വേവ്സിനെ ഫീൽഡ് മാഗ്നറ്റിന് അകത്തേക്ക് കടത്തിവിടുകയും അതിന്റെ ഫലമായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സൗണ്ട് സിഗ്നലുകൾ പുറത്തേക്ക് ഇലക്ട്രിക് സിഗ്നലുകളായിട്ട് വരുന്നു. ആ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവയെ കാണാൻ പറ്റും. ഇനി അതിനുശേഷമുള്ളതാണ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഗൃഹവൈദ്യുതീകരണം. നമ്മൾ വീട്ടിൽ വൈദ്യുതി ചെയ്യുമ്പോൾ സീരീസ് കോമ്പിനേഷനുകൾ ചെയ്യണോ പാരലൽ കോമ്പിനേഷൻ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. നമ്മൾ എപ്പോഴും വീട്ടിൽ ചെയ്യുമ്പോൾ ഏത് കണക്ഷനാണ് നല്ലത്? പാരലൽ കോമ്പിനേഷനാണ് നല്ലത്. കാരണം സീരീസ് കോമ്പിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രിക് അപ്ലയൻസുകളെയും നിയന്ത്രിക്കാൻ ഒരൊറ്റ സ്വിച്ച് മാത്രമേ അല്ലെങ്കിൽ ഒരൊറ്റ കൺട്രോളർ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഓരോ ഇലക്ട്രിക് അപ്ലയൻസിനെയും കൺട്രോൾ ചെയ്യാൻ ഓരോ കൺട്രോളർ കാണും. പിന്നെ അത് മാത്രമല്ല ഏതെങ്കിലും ഒരു ഉപകരണം കേടായി കഴിഞ്ഞാൽ നമുക്ക് സീരീസ് കോമ്പിനേഷൻ അതിനെ മൊത്തം മാറ്റേണ്ടി വരും. എന്നാൽ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഏത് ബൾബാണ് അല്ലെങ്കിൽ ഏത് ഉപകരണമാണോ പന്നലാവുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് അത് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ എന്തുകൊണ്ടും പാരലൽ കോമ്പിനേഷനാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ നല്ലത്. പിന്നെ അതിനുശേഷം വരുന്നതാണ് വാട്ട് അവർ മീറ്റർ. നമ്മുടെ ഇലക്ട്രിസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നമ്മുടെ വീട്ടിൽ എത്രത്തോളം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തു അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചു എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. ഇത് കിലോ വാട്ട് അവർ എന്ന യൂണിറ്റിലാണ് ഉപയോഗിക്കുന്നത്. അത് വലുതായിട്ട് ചോദ്യം കണ്ടിട്ടില്ല, എങ്കിലും പഠിക്കണം. പിന്നെ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം വരുന്നതാണ് MCB അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇതും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലോ അല്ലെങ്കിൽ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഒക്കെ കയറി വരുമ്പോൾ നമ്മുടെ വീടിനകത്തെ വൈദ്യുതിയിൽ നിന്നും നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ വൈദ്യുതിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊന്നും നശിച്ചു പോകാതെ പെട്ടെന്ന് തന്നെ സർക്യൂട്ട് ബ്രേക്ക് ആവുന്ന ഒന്നാണ് MCB എന്ന് പറയുന്നത്. പിന്നെ MCBയും ഫ്യൂസ് വെയർ സേഫ്റ്റി ഫ്യൂസ് തമ്മിലുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ എന്ന് പറയുന്നത് MCBക്ക് ആണെങ്കിൽ നമുക്ക് ഫ്യൂസ് വെയർ കെട്ടിയിടാൻ പോകണ്ട. ഡ്രിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ തന്നെ ഓൺ ആക്കിയാൽ പറ്റും. പിന്നെ ക്രീപ്പിംഗ് പ്ലഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രീപ്പിംഗ് പ്ലഗിന്റെ പ്ലഗിന്റെ പ്രത്യേകത പഠിച്ചോണം. ഒരെണ്ണത്തിന് തിക്നെസ്സും ലെങ്തും കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണ്? ഒരു 3 പിന്നാണുള്ളത്, അതിനകത്ത് 2 എണ്ണം ഒരുപോലെ ആയിരിക്കും,
എന്നാൽ ഒരു പിന്ന് എർത്ത് പിന്നാണ്. ആ എർത്ത് പിന്നിന് ലെങ്തും തിക്നെസ്സും കൂടുതലായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ നിർമ്മിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഹ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ മെറ്റാലിക് ബോഡിയുമായിട്ട് ആദ്യം കോണ്ടാക്റ്റിൽ വരുന്നതും നമ്മൾ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ അവസാനം റിമൂവ് ചെയ്യുന്നതും ആ പിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ഇലക്ട്രിക് ഷോക്ക്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകളും ഇലക്ട്രിക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ചാപ്റ്റർ ഉള്ളത്. ഒന്നുകൂടെ പഠിച്ചോണം. ഏതൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ, അത് രണ്ടെണ്ണം, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ, അതുമായിട്ട് റിലേറ്റഡ് ഇക്വേഷൻസ്. പിന്നെ അതിനുശേഷം ഏതാ സെൽഫ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡക്ടർ. പിന്നെ ഇൻഡക്ടർ എന്തിനു ഉപയോഗിക്കുന്നു, പിന്നീട് ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, LCB, ELCB, അത്രയും കാര്യങ്ങൾ നോക്കാം. അടുത്ത 6ാമത്തെ ചാപ്റ്റർ ആണ്. 6ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളർ. ഈ ചാപ്റ്ററിനകത്ത് 3-4 ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം 6ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ. ആദ്യം ഇതിനകത്ത് വരുന്ന നിയർ പോയിന്റ്, ഫാർ പോയിന്റ്, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. വിട്ടുപോകുക. നിയർ പോയിന്റ്, ഫാർ പോയിന്റ്. അതിനുശേഷം എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? എന്താ പവർ ഓഫ് അക്കോമഡേഷൻ? കണ്ണിന്റെ ഫോക്കൽ ലെങ്തിനെ ക്രമീകരിച്ച് സെന്റർ ഓഫ് കർവേച്ചറിനെ നിലനിർത്തി ഫോക്കൽ ലെങ്ത് ക്രമീകരിച്ച് വ്യക്തമായ കാഴ്ച എന്നപ്പോൾ സാധ്യമാക്കി തരുന്ന കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ പവർ ഓഫ് അക്കോമഡേഷൻ കഴിഞ്ഞിട്ട് ഇതിനകത്ത് കണ്ണിനെ ബാധിക്കുന്ന 2-3 രോഗങ്ങളുണ്ട്. അതാണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അതായത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും. ഇതിനെയാണ് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് അനുയോജ്യമായ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു രോഗം പരിഹരിക്കാം. അതിനുശേഷമാണ് മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും. ഇതാണ് എന്ന് പറയുന്നത് മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമുക്ക് അനുയോജ്യമായ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. പിന്നെ പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 25 സെന്റിമീറ്റർ ആണ്. ഈ നിയർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 25 സെന്റിമീറ്ററിനെക്കാട്ടി കൂടുന്ന സമയത്ത് കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് മറ്റും കുറയും. അങ്ങനെ കഴിവ് കുറയുകയും സീലിയറി മസിൽസിന് പ്രശ്നം സംഭവിക്കുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് പ്രസ്ബയോപ്പിയ എന്ന രോഗം പിടിപെടുന്നത്. ഇതിന് എന്ത് ചെയ്യാം, അനുയോജ്യമായ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രോഗവും നമുക്ക് പരിഹരിക്കാം. ഇനി അടുത്തതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് നമ്മളൊരു പ്രിസത്തിനകത്തേക്ക് ഒരു ലൈറ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ തരത്തിലൊരു പ്രിസത്തിൽ ഇവിടെ ഒരു ടോർച്ച് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രിസത്തിൽ നിന്ന് ഈ കളറുകൾ എന്താവും, അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേർതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് കൊണ്ടാണ്, ഡിസ്പേർഷൻ എന്ന ഫിനോമിനൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാൻ കാരണം, പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്നത്. അതായത് ലൈറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് വേർതിരിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇത് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ വരുന്ന പിന്നീടൊരു കാര്യമാണ് ഏത്, വേവ് ലെങ്ത്. കളറുകളുടെ വേവ് ലെങ്തും ഡിസ്പേർഷനും തമ്മിലുള്ള റിലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെച്ചോണം. വേവ് ലെങ്തും ഡിസ്പേർഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഡിസ്പേർഷൻ കുറയും, വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേർഷൻ കൂടും. ഇവിടെ പറയാം, വേവ് ലെങ്ത് കൂടിയാൽ ഡിസ്പേർഷന്റെ നിരക്ക് കുറയും, വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേർഷൻ നിരക്ക് കൂടും. അങ്ങനെയെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് റെഡിനാണ്, വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത് വയലറ്റിനാണ്. അതിനുശേഷം പിന്നീട് വരുന്നതാണ് റെയിൻബോ ഫോർമേഷൻ. അപ്പൊ എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്? നമ്മൾ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വായിൽ കുറച്ച് വെള്ളം കൊണ്ടിട്ട് അതിനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സൂര്യനെ എതിരെ നിന്നുകൊണ്ടാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ആ വെള്ളത്തിനകത്തുള്ള അതിന്റെ കളറുകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് വേർതിരിക്കുകയും അങ്ങനെ മഴവില്ലിന്റെ കളർ നമുക്ക് കാണാനും പറ്റും. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്. ഇതുപോലെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് വരും, ഇതിനകത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് വേർതിരിയുന്നുള്ള ഒരു ഇത് വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വയലറ്റ് കളറും വെളിയിൽ റെഡ് കളറും ആയിരുന്നു. എന്തുകൊണ്ട് വെളിയിൽ റെഡ് കളറും അകത്ത് വയലറ്റ് കളറും വന്നു?
വേവ് ലെങ്ത് കൂടിയ റെഡിന് ഡിസ്പെർഷൻ കുറച്ചേ സംഭവിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് അത് വെളിയിൽ വന്നത്. വേവ് ലെങ്ത് കൂടിയ വയലറ്റിന് ഡിസ്പെർഷൻ പെട്ടെന്ന് സംഭവിക്കും, അതുകൊണ്ടാണ് ഇത് അകത്ത് വന്നത്. ഇനി അതിനുശേഷം ഇവിടെ തന്നെയാണ് റീകോമ്പിനേഷൻ ഓഫ് കളർ. എന്താണ് റീകോമ്പിനേഷൻ ഓഫ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറുകളുടെ പുനഃസംയോജനം എന്ന് പറയും. അതായത് നമ്മളൊരു പ്രിസത്തിൽ കൂടി കളറിനെ കടത്തി വിടുന്നു. കളറിനെ കടത്തി വിടുമ്പോൾ ഇവരുടെ കോൺസ്റ്റിറ്റ്യൂട്ട് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വേർപിരിയുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതേ വലിപ്പമുള്ള മറ്റൊരു പ്രിസത്തിനെ എടുത്ത് ഇതുപോലെ തലകീഴായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂട്ട് കളറായിട്ട് വേർപിരിയുന്നതിനെ ഇതിനകത്തേക്ക് കടത്തി വിടണം. അങ്ങനെ ഇതിനകത്തേക്ക് കടത്തി വിടുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഏത് കളറിനെയാണോ കടത്തി വിട്ടത് അതേ കളർ തന്നെ ഇവിടെ ഇറങ്ങും. അതായത് ഇവിടുന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് കളർ എല്ലാം കൂടെ വീണ്ടും കൂടി ചേർന്ന് ഒറ്റ കളറായിട്ട് ഇത് പുറത്തേക്ക് വരും. ഇതിനെയാണ് റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതുമായി റിലേറ്റ് ചെയ്തതാണ് ന്യൂട്ടൺ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ വർണ്ണപമ്പരം പെട്ടെന്ന് കറക്കി കഴിഞ്ഞാൽ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ അളവിൽ കളർ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യും, അതിനെ സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ അത് വെള്ള കളറിൽ കാണപ്പെടും. അതും എന്ത് തന്നെയാണ്, ഈ റീകോമ്പിനേഷൻ ഓഫ് കളറിന്റെ തന്നെയാണ്. അതിന് ശേഷം അവിടെ തന്നെയാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഇനി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് പറയുന്നതിന് ഒരു കാര്യം കൂടെ പഠിക്കണം. ന്യൂട്ടന്റെ വർണ്ണപമ്പരം പെട്ടെന്ന് കറക്കുമ്പോൾ നമുക്ക് വെള്ള കളർ കാണപ്പെടുന്നു. ശരി, എന്തുകൊണ്ട് ഇങ്ങനെ വെള്ള കളർ കാണപ്പെടാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി നേരത്തെ ബയോളജി പഠിച്ചിട്ടുണ്ട്. ഇത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. അതായത് നമ്മൾ ഒരു കാഴ്ച കണ്ട് ആ കാഴ്ച 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും. ന്യൂട്ടന്റെ വർണ്ണപമ്പരത്തെ പെട്ടെന്ന് കറക്കുമ്പോൾ എന്ത് ചെയ്യും, ആ കണ്ട കളറുകളെല്ലാം കൂടി 1/16 സെക്കൻഡ്, ഒരു കളർ കണ്ട് 1/16 സെക്കൻഡ് സമയത്തിന് മുമ്പ് തന്നെ അടുത്ത കളറും കാണും. അങ്ങനെ ഈ കളറുകളെല്ലാം കൂടെ സംയോജിച്ചാണ് നമുക്ക് ഒറ്റ കളറായ വൈറ്റ് കളറായിട്ട് കാണപ്പെടുന്നത്. ന്യൂട്ടൺ സ്ട്രിംഗ് കറക്കുമ്പോൾ വെള്ള കളർ കാണപ്പെടാൻ കാരണം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എഴുതുക, അതിന്റെ ഡെഫിനിഷൻ കൂടെ എഴുതുക. നെക്സ്റ്റ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. എന്താണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്തുവാ, ക്രമരഹിതവും ഭാഗികവുമായ ലൈറ്റിന്റെ റിഫ്ലക്ഷനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഇനി ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാനുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ ചക്രവാളം എപ്പോഴും ചുവപ്പ് കളറിൽ കാണപ്പെടുന്നു എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും പടിഞ്ഞാറൻ ചക്രവാളം ഏറ്റവും ചുവപ്പ് കളറിൽ കാണപ്പെടുന്നത്? കാരണം ചുവപ്പിന് വേവ് ലെങ്ത് കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇതിന്റെ ഡിസ്പെർഷൻ വളരെ കുറച്ചേ സംഭവിക്കത്തുള്ളൂ. എന്നാൽ ബാക്കിയുള്ള കളറുകൾക്കെല്ലാം വേവ് ലെങ്ത് ചുവപ്പിനെക്കാട്ടി കുറവായതുകൊണ്ട് ബാക്കി എല്ലാ കളറുകളും ഡിസ്പെർഷൻ സംഭവിച്ചു പോകും. എന്നാൽ ഇത് മാത്രം ഡിസ്പെർഷൻ സംഭവിക്കാതെ കൂടുതൽ സമയം നിലനിൽക്കും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കാൻ കാരണം, ഈ പടിഞ്ഞാറൻ ചക്രവാളം ചുവപ്പ് കളറിൽ കാണപ്പെടാൻ കാരണം. ഇനി അതിനുശേഷം അതിനകത്ത് തന്നെയാണ് ടിൻഡാൽ എഫക്റ്റ്. ടിൻഡാൽ എഫക്റ്റ് വളരെ നമ്മുടെ സ്കാറ്ററിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നാണ്. അതായത് ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ പാത്ത് നമുക്ക്, അതായത് ഒരു കൊളോയിഡിൽ കൂടിയോ സസ്പെൻഷൻ കൂടിയോ ലൈറ്റ് റേസ് കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ പാത്തിനെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുവെങ്കിൽ ആ കഴിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ടിൻഡാൽ എഫക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 6ാമത്തെ ചാപ്റ്ററിൽ നോക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാവുന്നതാണ് ഒന്നാമത് ജൂൾ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ജൂൾസ് ലോ. ഈ ജൂൾസ് ലോയ്ക്ക് ഹീറ്റിന് നമുക്കറിയാം, ഹീറ്റിന് 3 ഇക്വേഷൻസ് ഉണ്ട്. H is equal to I square RT, H is equal to VIT, H is equal to V square R by T. ഇതിനകത്ത് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ജൂൾ നിയമം പറയുന്നത്. അതെങ്ങനെയാ പറയാം, ഒരു കണ്ടക്ടർ കൂടി ഒഴുകുന്ന അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ കൂടി പാസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ കറണ്ടിന്റെ സ്ക്വയറിന്റെയും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജൂൾ നിയമം എന്ന് പറയുന്നത്. ജൂൾ നിയമം 3 ഇക്വേഷൻ ഉണ്ട്. ഹീറ്റ് കണ്ടുപിടിക്കാൻ 3 എണ്ണം. ഐയും ആറും ടിയും തന്നു കഴിഞ്ഞാൽ നമ്മൾ H is equal to I square RT എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്യും. ഇനി വിയും ടിയും ആറുമാണ് തന്നിരിക്കുന്നതെങ്കിൽ H is equal to V square T by R എന്ന ഇക്വേഷൻ ചെയ്യും. വിയും ഐയും ടിയും ആണ് തന്നിരിക്കുന്നതെങ്കിൽ H is equal to VIT എന്ന ഇക്വേഷൻ ചെയ്യും. അപ്പോൾ ഈ 3 എണ്ണമാണ് ജൂൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം സെക്ഷനിൽ വരുന്നത്. അടുത്തതാണ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ 2 കോമ്പിനേഷനാണ് ഉള്ളത്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. ഇവിടെ പ്രോബ്ലം സെക്ഷൻ വരുന്നുണ്ട്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് 2 എണ്ണം നിങ്ങൾ പഠിച്ചോണം. വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ 2 കോളം സെപ്പറേറ്റ് ചെയ്ത് കിടന്നുകൊണ്ട് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ സംബന്ധിച്ചും അതിന്റെ വോൾട്ടേജിനെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും മൊത്തം നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട്.
പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തെറ്റാവുന്ന, അതായത് ഒരു കൺഫ്യൂഷൻ വരാവുന്ന ഏരിയ ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സീരീസിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന R=R1 + R2, പാരലലിന്റെ 1/R = 1/R1 + 1/R2 ഇങ്ങനെ പോകും. അപ്പം ജൂൾ നിയമം കഴിഞ്ഞു, റെസിസ്റ്റേഴ്സിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ കഴിയുമ്പോൾ ഇനി അടുത്ത വരുന്നതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ്, വൈദ്യുതിയുടെ താപഫലം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിക്രോം അയോണിന്റെ പ്രത്യേകത. ഇത്രയധികം വയറുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിക്രോം വയറുകൾ നമ്മൾ ഉപയോഗിക്കും, എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാണെന്ന് ചോദിച്ചോണം, വ്യക്തമായിട്ട് പഠിച്ചോണം. കാരണം അത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അതിൻ്റെത്. ഒന്നാമത്തെ നിക്രോമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഹൈ റെസിസ്റ്റിവിറ്റി. പിന്നെ ഒരുപാട് സമയം അതിന് ചുട്ടുപഴുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ ഓക്സിഡേഷൻ സംഭവിക്കാൻ നിൽക്കാനുള്ള കഴിവ് നമ്മുടെ ഏതിനുണ്ട്, നിക്രോമിനുണ്ട്. പിന്നീട് അതിൻ്റെ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ദ്രവണാകമായിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് നിക്രോം വെയർ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞാണ് എന്തുകൊണ്ടാണ് ഫ്യൂസിന് സേഫ്റ്റി ഫ്യൂസിന് പേര് കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഫ്യൂസിന് സേഫ്റ്റി ഫ്യൂസിന് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വൈദ്യുതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാരണവശം കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് വൈദ്യുതിക്ക് പ്രശ്നം വല്ലതും വന്നു കഴിഞ്ഞാൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൈദ്യുതിയെ നമ്മുടെ വീടിനകത്തേക്ക് കടത്തി വിടാതെ സംരക്ഷിക്കുന്നത് ഈ ഫ്യൂസാണ്. അതുകൊണ്ടാണ് ഇതിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് തന്നെ വിളിക്കുന്നത്. പിന്നെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു കമ്പിയാണ് ഈ ഫ്യൂസ് വെയറായിട്ട് കെട്ടിയിടുന്നത്. ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തേക്ക് കറണ്ട് വരുന്നില്ല. ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ, വാക്ക് മറക്കരുത്, ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ കയറി വരുമ്പോൾ ഈ കമ്പി മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോവുകയും അതിനുശേഷം വീടിനകത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, വൈദ്യുതി കയറി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ വീടിനെ സംരക്ഷിച്ച് നിർത്താൻ സേഫ്റ്റി ഫ്യൂസ് കൊണ്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഫ്യൂസിനെ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ട്രിക് പവർ. പവർ വരുമ്പോൾ വീണ്ടും അവിടെ പ്രോബ്ലം സെക്ഷൻ ഉണ്ട്. പവർ P = wattage divided by voltage. പവർ P = W/V അല്ലെങ്കിൽ wattage divided by voltage. ഇത് ഒരു ഇക്വേഷൻ. ഇനി പവർ P = wattage divided by W/T. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് പവറിനുള്ളത്. ഇനി W/T-യോ ഇനി W/T² ഇട്ടാലും ടൈമിന്റെ സ്ക്വയർ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, പവർ കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ്. വാട്ടേജും വോൾട്ടേജും ആണ് തന്നിരിക്കുന്നതെങ്കിൽ പവർ നമ്മൾ W/V ചെയ്യുക, WT ആണെന്നുണ്ടെങ്കിൽ പവർ P = W/T² ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് എഫക്റ്റ്. നമ്മളിപ്പോൾ പഠിച്ചത് വൈദ്യുതിയുടെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി രണ്ടാമത്തതാണ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയുടെ പ്രകാശഫലം. ഈ പ്രകാശഫലത്തിലാണ് നമ്മൾ 2-3 ലാമ്പുകൾ പഠിച്ചു. അതിനകത്ത് LED കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഫസ്റ്റ് ലാമ്പ് എന്ന് പറയുന്നത് ഇൻക്യാൻഡസെന്റ് ലാമ്പ്. ഈ ഇൻക്യാൻഡസെന്റ് ലാമ്പിന് ആ പേര് വന്നത് എന്ന് നമ്മളന്ന് പഠിക്കാൻ പറഞ്ഞതാണ്. എന്താ, താപം കൊണ്ട് ജ്വലിക്കുന്ന അല്ലെങ്കിൽ ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്ന മീനിങ്ങുള്ള ഇൻക്യാൻഡസെന്റ് എന്ന പദത്തിൽ നിന്നുമാണ് ഈ ലാമ്പിന് ഇൻക്യാൻഡസെന്റ് ലാമ്പ് എന്ന പേര് വന്നത്. പിന്നീട് ആ ലാമ്പിന്റെ കുറെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ വയർ ആണ്. ടങ്സ്റ്റൺ വയറിന് വൈറ്റ് ഹോട്ട് കളർ തരാനുള്ള അല്ലെങ്കിൽ വെളുത്ത പ്രകാശം കൂടുതൽ സമയം തരാനുള്ള കഴിവ് ടങ്സ്റ്റൺ ഉണ്ട്. ഇതേ പ്രത്യേകത നിക്രോമിനുണ്ട്, പക്ഷെ ഒരെണ്ണമില്ല. എന്താ, വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കാനുള്ള കഴിവേ ഉള്ളൂ. പ്രകാശം തരാനുള്ള കഴിവ് നിക്രോമിന് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റണെ ഇൻക്യാൻഡസെന്റ് ലാമ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻക്യാൻഡസെന്റ് ലാമ്പ് കഴിഞ്ഞ ശേഷം പിന്നീട് നമുക്ക് വരുന്നതാണ് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് ജസ്റ്റ് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. എങ്കിലും നമ്മൾ നോക്കണം, ഡിസ്ചാർജ് ലാമ്പിന് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടെന്നും അതിന് രണ്ടറ്റത്ത് ഒരു ഇലക്ട്രോഡുകൾ ഉണ്ടെന്നും ഈ ഇലക്ട്രോഡുകളിൽ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഇലക്ട്രോൺ വിളിച്ച് അവിടെ കൊളൈഡ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആറ്റംസും നോൺ എക്സൈറ്റഡ് ആറ്റംസും നമ്മൾ കൂട്ടിയിടിച്ച് അവിടെ ഇലക്ട്രിസിറ്റി പുറത്തേക്ക് വരുമെന്നും അങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം പഠിക്കാനുള്ളതാണ് LED. LED-യുടെ പ്രത്യേകത, LED-യുടെ നിർമ്മാണം, LED നശിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഇല്ലാതാക്കാം. ഇത് എക്സ്റ്റൻഡഡ് റീഡിംഗ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, എങ്കിലും നോക്കണം. കാരണം ഈ വർഷം പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പോൾ LED-യെ കുറിച്ചും ഒന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രോബ്ലം സെക്ഷനിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ടത് ജൂൾ നിയമവും റെസിസ്റ്റേഴ്സ് സീരീസ് പാരലൽ കോമ്പിനേഷനും പവർ. ഈ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രോബ്ലം സെക്ഷൻ നിങ്ങൾ നോക്കേണ്ടത്.
ബാക്കിയെല്ലാം തിയറി പാർട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഈ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും റിലേറ്റഡ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിനകത്ത് പഠിക്കാനുള്ളതാണ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതിന് മുമ്പിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്. അത് ആ റൂൾ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതിനുശേഷം വരുന്നതാണ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വൈദ്യുത വിതരണവും പ്രേഷണവും. ഇതിനകത്ത് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ, വോൾട്ടേജ് ഡ്രോപ്പും പവർ ലോസും. അത് പ്രത്യേകം പഠിച്ചോളാം. നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് വോൾട്ടേജ് ഡ്രോപ്പും പവർ ലോസും. ഇനി അതിനുശേഷം അതിനകത്ത് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് സോളിനോയിഡ്. എന്താണ് സോളിനോയിഡ് എന്ന് പറയുന്നത്? സോളിനോയിഡ് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും, പ്രദക്ഷിണ ദിശയും അപ്രദക്ഷിണ ദിശയെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സർക്കിൾ ആകൃതി അല്ലെങ്കിൽ ഒരു ഹെലിക്കൽ സ്ട്രക്ചറിൽ ചുറ്റി കവചിതമായ ചാലക കമ്പി ചുറ്റിയെടുത്ത ഒരു ആവരണമാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ട് കാര്യങ്ങളുള്ളത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ഈ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നോർത്ത് പോളും സൗത്ത് പോളും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിലേറ്റ് ചെയ്ത് അവിടെ പഠിക്കേണ്ടതാണ് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള പ്രത്യേകത. സിമ്പിളാണ്. ബാർ മാഗ്നറ്റിനകത്താണെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും. രണ്ടാമത്തെ സോളിനോയിഡിനകത്താണെങ്കിൽ മാഗ്നറ്റിസം ടെമ്പററി ആയിട്ട്, അതായത് താൽക്കാലികമായിരിക്കും. അതുപോലെ തന്നെ രണ്ടിൻ്റെ പ്രത്യേകത വായിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത ഒന്നാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്ട്. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ കൂടിയാണ്. അതാണ് രണ്ട് റിലേറ്റ് ചെയ്താണ്. മോട്ടോർ പ്രിൻസിപ്പിളും ഇതും സെയിം തന്നെയാണ്. അവയ്ക്ക് എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാർ മാഗ്നറ്റിൽ ഫ്രീ ആയിട്ട് ഒരു കാന്തം അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കണ്ടക്ടർ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും. അങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്ന തത്വമാണ് മോട്ടോറിൽ എന്ത് ചെയ്തത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് അവിടെ ഫ്ലെമിങ്ങിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരുന്നു. ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന് ശേഷമാണ് ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർമേച്ചറും സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആർമേച്ചറും സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററും. ഒരു എ സി ആണെങ്കിൽ, ഒരു എ സി ജനറേറ്റർ ആണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, സ്ലിപ്പ് റിംഗ്, പിന്നെ ബ്രഷ്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ഒരു എ സി ജനറേറ്ററിനുള്ളത്. എന്നാൽ ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഈ ബ്രഷ്, ആർമേച്ചർ, സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം ഡി സിക്ക് എന്തായിരിക്കും? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആയിരിക്കും. ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസമാക്കുന്നത്. എ സിക്കകത്താണെങ്കിൽ സ്ലിപ്പ് റിങ്ങും ഡി സിക്കകത്താണെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററും. ഇനി അതിനുശേഷം അവിടെ തന്നെയാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനത്വം പഠിച്ചോളാം. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനകത്ത് പേപ്പർ ഫോൺ ഉണ്ട്, പിന്നെ ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്, പിന്നെ സോഫ്റ്റ് അയൺ ഷീൽഡ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കണം. അതിനകത്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് കൊണ്ടുവന്ന് ഒരു പെർമനന്റ് മാഗ്നറ്റിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെർമനന്റ് മാഗ്നറ്റിന് ഇടയ്ക്ക് വോയിസ് കോയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇലക്ട്രിക് പൾസുകൾക്കനുസരിച്ച് അത് വൈബ്രേറ്റ് ചെയ്യുന്നു. വൈബ്രേറ്റ് ചെയ്യുന്നതിന് പരമായിട്ട് പേപ്പർ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു. പേപ്പർ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് എന്തായിട്ട് മാറുന്നു? സൗണ്ട് സിഗ്നലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നോക്കാം. ഫിസിക്സിൻ്റെ ആനുവൽ എക്സാം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തുന്നത്. എല്ലാ ചാപ്റ്ററിൻ്റെയും മെയിൻ പോയിന്റ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജസ്റ്റ് എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക.